എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോണ്ടം അഥവാ ഗർഭനിരോധന ഉറ ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ഏറെ പ്രയാസപ്പെടുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. അതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതെ, പലരും വീട്ടിൽ പ്രൈവസിയെ പേടിച്ച്, അതുപോലെ കുഞ്ഞു കുട്ടികളുള്ള വീടുകളിലൊക്കെ കോണ്ടം ഒളിപ്പിച്ചു വെക്കാൻ പലരും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അവർ കണ്ടെത്തിയാലോ, അല്ലെങ്കിൽ മുതിർന്നവർ തന്നെ കണ്ടെത്തിയാലോ തന്നെ കുറിച്ച് എന്ത് കരുതും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള വിഷയം മൂലം വിവാഹിതരും അവിവാഹിതരും എല്ലാം പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണിത്. കോണ്ടം ഒളിപ്പിച്ചു വെക്കുമ്പോൾ ഒരിക്കലും പെട്ടെന്ന് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എപ്പോഴും നോക്കുന്ന ഒരേ സ്ഥലങ്ങളിലാവരുത് നിങ്ങൾ കോണ്ടം സൂക്ഷിക്കേണ്ടത്. ഇത് കുട്ടികളുടെ കയ്യിൽ പെടുന്നതായിരിക്കും. കോണ്ടം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഉപയോഗശൂന്യമായ ബുക്കുകൾക്കിടയിലോ, അതുപോലെ ടി വിക്കടിയിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ഹാങ്കറിൽ തൂങ്ങിയിരിക്കുന്ന പഴയ കോട്ടുകൾക്കിടയിലോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇവ ആർക്കും ഉപകരിക്കാതെ പെട്ടെന്നുള്ള അത്യാവശ്യത്തിനാരും ഉപയോഗിക്കാത്തത് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം ഭാഗങ്ങളിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത സോക്സിൻ്റെ ഉള്ളിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ കോണ്ടം സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ മറ്റു ചിലർ അടിവസ്ത്രത്തിനുള്ളിൽ സൂക്ഷിക്കാറുണ്ട്. ഇത് നല്ലതല്ലെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. കാരണം അമിതമായി ചൂട് കോണ്ടം കേടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിവസ്ത്രത്തിനുള്ളിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. കോണ്ടം ഇതുപോലെ സോക്സിനുള്ളിലോ, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ബുക്കിനിടയിലോ, അല്ലെങ്കിൽ CD പൗച്ചിലോ, ഉപയോഗശൂന്യമായ CD പൗച്ചിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും വലിയ തെറ്റില്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമിതമായുള്ള ചൂട്, അതുപോലെ അമിതമായുള്ള തണുപ്പ്, ഇത്തരം ടെമ്പറേച്ചറിൽ നിന്ന് മാറ്റി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മൂർച്ചയുള്ള ആയുധങ്ങൾക്കിടയിലൊന്നും കോണ്ടം സൂക്ഷിക്കാതിരിക്കുക. ഇവ പൊട്ടാനും ദ്വാരം ഉണ്ടാകാനും സാധ്യതയേറെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.